ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോയിരുന്നു ആലപ്പുഴയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഉമ്മൻ്റെ വീട്ടിലുള്ള ഉമ്മൻ്റെ അനിയത്തിമാരും അനിയന്മാരും ഫാമിലിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ രാവിലെ ഒരു 3 മണിയാകുമ്പോഴേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ളൊരു തയ്യാറെടുപ്പ്. അപ്പോൾ രാത്രി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതുണ്ടാക്കാനും അതിന് കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ രാത്രി ഒരു ഉമ്മൻ്റെ അനിയത്തിൻ്റെ ഒരാളുടെ വീട്ടിൽ പോയിട്ട് അവിടെ വെച്ചിട്ടാണ് എല്ലാവരും കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ കറി ഉണ്ടാക്കലും വർത്താനം പറയലും എല്ലാം കൂടെ ആയിട്ട് നേരെ 1 മണി വരെ ഞങ്ങൾ ഉറങ്ങാതിരുന്നു. പിന്നെ 1 മണിക്കാണ് എല്ലാവരും ഉറങ്ങുന്നത്. 1 മണിക്ക് ഉറങ്ങിയിട്ട് പിന്നെ 2 മണിക്ക് വീണ്ടും നീച്ചി. നമ്മൾക്ക് 3 മണിക്ക് പോകണമെങ്കിൽ 2 മണിയാകുമ്പോഴേക്കും തന്നെ നീച്ചി കുട്ടികളൊക്കെ ഒരുക്കൊക്കെ വേണ്ടേ. അപ്പം അങ്ങനെ നീച്ച് ഉറപ്പില്ലാതെ ഏതായാലും 3 മണിക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി എല്ലാവരും കൂടെ ബസ്സിലൊക്കെ കയറണേ, സീറ്റൊക്കെ പിടിക്കാനൊക്കെ തിരക്കാണ്. ഇപ്പോൾ ഞങ്ങൾ 53 ആളുണ്ടായിരുന്നു, കുട്ടികളും വലിയവരും കൂടെ. അപ്പോൾ ഏകദേശം എല്ലാവരും ഇപ്പോൾ കയറിയിട്ടുണ്ട്. അവന് ഹായ് പറയുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഏകദേശം ഇപ്പം കുട്ടികളൊക്കെ ഒന്ന് ഉണർന്നൊരു 4:30 ആയപ്പോൾ കുട്ടികളൊക്കെ ഉണർന്നിട്ടുണ്ട്. ഉണർന്ന് കഴിഞ്ഞ് വണ്ടിയിൽ നല്ല പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാട്ടിനനുസരിച്ച് അവരൊക്കെ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. വൺ ഡേ ടൂർ ആകുമ്പോൾ നമുക്ക് ഉറക്കം നല്ല പോലെ പോകും. കാരണം നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ കുറച്ച് ഉറങ്ങാൻ വൈകും. പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ നീക്കും ചെയ്യുന്നതുകൊണ്ട് ഉറക്കിന് ഭയങ്കര പ്രശ്നമാണ്. പിറ്റേ ദിവസം നമ്മൾ തിരിച്ച് വരുന്നത് ആ സമയത്താണ്. ഞങ്ങൾ തിരിച്ച് വന്നത് 3 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോഴും ബസ്സിൽ നിന്ന് നമുക്ക് ഉറങ്ങുമ്പോൾ ഒരു ശരിക്കും ഉറക്ക് കിട്ടില്ലല്ലോ. അങ്ങനെയും കുറേ സമയം ഉറക്ക് പോകും. ഭയങ്കര ക്ഷീണമായി വന്നിട്ട് എല്ലാവർക്കും. നമ്മളൊരു ദിവസം സ്റ്റേ ആണെങ്കിൽ അത്രയ്ക്ക് ക്ഷീണം വരില്ല. ഇത് 2 ദിവസം ഉറക്ക് പോവുകയും ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയും കൂടെ ആകുമ്പോഴേ നല്ല പോലെ ക്ഷീണിച്ചിരുന്നു കുട്ടികളും വലിയവരും എല്ലാവരും തിരിച്ച് വന്നിട്ട്. പക്ഷെ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. യാത്രയിൽ നമുക്കതൊന്നും അറിയില്ല, പിറ്റേ ദിവസമാണ് എല്ലാവരും ക്ഷീണിച്ചത്. അപ്പം നമ്മളിങ്ങനെ ഏകദേശം നേരെ വെളുത്തിട്ടുണ്ട്. ചാലക്കുടി കൂടെയാണ് ഇപ്പോൾ ഈ പോകുന്നത്. ചാലക്കുടി എത്തിയപ്പോൾ നമുക്ക് മണീനെ ഓർമ്മ വന്നിട്ടോ. ചായ കുടിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എവിടെയെങ്കിലും ഒഴിഞ്ഞൊരു സ്ഥലം കിട്ടണ്ടേ. അപ്പോൾ കടകളൊക്കെ തുറക്കണം. അപ്പോൾ നമ്മളൊരു കടൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചത്. കുറേ ആളുകളുണ്ട്, എല്ലാവർക്കും കൂടെ ഒപ്പം ഇരിക്കാനും ചെയ്യാനൊക്കെ നല്ലൊരു ബഹളമായിരുന്നു. അതിൽ ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്ര തുടർന്നു. പിന്നെ നമ്മൾ ബോട്ടൊക്കെ ആദ്യം ബുക്ക് ചെയ്തിരുന്നു. ഇത് നമ്മളെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കണ അവിടേക്കാണ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലമാണിത്. അവിടെ നിന്നാണ് ബോട്ടിൽ കയറുന്നത്. അപ്പോൾ എല്ലാവരും ബോട്ടിലൊക്കെ കയറി. കുറേ ആളുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ മുകളിൽ പോയിട്ടാണ് ഇരുന്നത്. ഒന്നിച്ചിരിക്കാൻ എല്ലാവർക്കും ഉള്ള സൗകര്യം ഉള്ളതിൽ മുകളിലാണ്. അപ്പോൾ അവിടെ പോയിട്ടിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് അവർ നമ്മളുടെ അഡ്രസ്സും ഫോണും പേരൊക്കെ എഴുതാനൊക്കെ പറഞ്ഞു. എല്ലാവരോടും എഴുതാൻ പറഞ്ഞു. പക്ഷേ കുറച്ച് ആളുകളൊക്കെ എഴുതിയിട്ടുള്ളൂ. പിന്നെ അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. എല്ലാവരും കുറേയൊക്കെ പിന്നെ ബസ്സിൽ നിന്ന് ചായ കുടിച്ചതിന് ശേഷം ഉറങ്ങും ചെയ്തിട്ടുണ്ട്. ആ ഉറക്കത്തിൽ നിന്നൊക്കെ നീച്ച് കയറി വന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടെ വെള്ളമൊക്കെ കുടിച്ച്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് എല്ലാവരും കൂടെ കുടിക്കുകയാണ്. എല്ലാവർക്കും ശരിക്കും ഇരിക്കാനും നല്ലൊരു സൗകര്യമുള്ള വലിയൊരു ബോട്ടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. കുട്ടികളൊക്കെ ശരിക്കും ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് അവർക്കൊക്കെ നല്ല ദാഹമൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും വെള്ളമൊക്കെ ചോദിച്ച് കുടിക്കുകയും. എൻ്റെ അമ്മമ്മക്ക് 11 മക്കളുണ്ടായിരുന്നു. അന്ന് 2 ആളുകൾ മരിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മയും ഉമ്മാൻ്റെ ഒരു അനിയനും മരിച്ചു. ബാക്കി 9 പേരും. അതിൽ 2 ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ 9 ഫാമിലിയാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ കുറേ ആളുകളില്ല കേട്ടോ. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ 2 ബസ്സിന് ആളുണ്ടാവും. 100-ലേറെ ആളുകളുണ്ട്. കുറേ ആളുകൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുത്താണ്ട് പോകുന്നതുമാണ്. അപ്പോൾ ഉള്ളവരൊക്കെ വെച്ചിട്ട് പോകുന്നത്. പക്ഷെ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ 10:30 മുതൽ 4:30 വരെയാണ് ഇവരെ ടൈം.
ബോട്ടിലിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ഭക്ഷണങ്ങളൊക്കെ അവർ തന്നെ തരും. അപ്പം അതിൻ്റെ ടെൻഷനൊന്നുമില്ല. അപ്പം എല്ലാവർക്കും നല്ല വീട്ടിൽ നമ്മളിങ്ങനെ ഒത്തുകൂടുമ്പോൾ നമുക്ക് വർത്താനം പറയാൻ സമയം എത്ര കിട്ടില്ലല്ലോ, ഭക്ഷണം ഉണ്ടാക്കണേ തിരക്കാവില്ലേ. ഇതൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. അതതിൻ്റെ താഴ്ഭാഗമാണ് സിറ്റ് ഔട്ട്. ഇവിടെ വന്നും കുറച്ച് നേരമൊക്കെ ഇരിക്കും. ഇവിടെ അങ്ങനെ അധികം ആർക്കും ഇരിക്കാൻ താല്പര്യം, എല്ലാവർക്കും മുകളിൽ പോയി ഇരിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ അപ്പുറപ്പുറമൊക്കെ ആയിട്ട് നല്ലപോലെ ബോട്ടുകൾ പോകുന്നുണ്ട്, വലിയ ബോട്ടും ചെറുതും കുറേ ആളുകളൊക്കെ വെച്ച് പോകുന്നതും അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ. ഒഴിഞ്ഞ് വലിയൊരു തടാകം, അതിൽ നിറയെ ബോട്ടുകളും ചെറുതും വലുതായിട്ടുള്ള ബോട്ട് പോകുന്നതും ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. കുറച്ച് ആളുകളൊക്കെ ഇവിടെ സിറ്റ് ഔട്ടിൽ വന്ന് ഇരിക്കുന്നുണ്ട്. സിറ്റ് ഔട്ട് മീൻസ് ഇങ്ങനെ കയറി വരുന്ന ആ ഒരു സ്ഥലമാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു 2 റൂമാണ് ഇതിനടിയിലുള്ളത്. ഇവിടെ TV ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ആർക്കും കാണണ്ട, എല്ലാവരും പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇടവഴിയിലൂടെ പോയിട്ട് ഇവിടെ 2 റൂം, ഇവിടെ ഒരു റൂമൊക്കെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീനാണ്, അതിന് നല്ല ഭംഗിയുണ്ട് കാണാൻ. സീലിങ്ങൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിലൊരു റൂമിനെ പോലെ തന്നെ. ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട്, പക്ഷെ അതൊരു ചെറിയ ബോട്ടിലായിരുന്നു. അങ്ങനെ റൂമുകളൊന്നും ഇല്ലാത്ത സാധാ രീതിയിലുള്ളൊരു ബോട്ടാണ് ഞാൻ അതിൻ്റെ മുന്നേ പോയത്. പക്ഷെ ഇത് നല്ലൊരു ഭംഗി, കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഓരോ റൂമിലും ബാത്റൂമും ഉണ്ട്, അത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ റൂം കഴിഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലത്താണ് പിന്നെ നമ്മളെ വാഷ് ബേസിൻ്റെ ഏരിയ ഒക്കെ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ റൂം. ഇതും അതുപോലെ തന്നെയാണ്, സെയിം ആണ് എല്ലാ 2 റൂമും. അവിടെ കുടിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ ഒരു എക്സ്ട്രാ ഒരു ബെഡും കൂടെ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നിലത്തൊക്കെ ഇട്ട് കിടക്കാനാവും. നമ്മൾ പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൽ നിന്ന് ഇറങ്ങല്ലേ, പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ ഇവിടെ വെച്ചുറക്കി. ഇവിടെ അതുപോലെ ഒരു ബാത്റൂമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവരെ അടുക്കള കേട്ടോ. പക്ഷേ അടുക്കളയ്ക്ക് നമ്മൾ പോകാൻ പറ്റാത്തതിനാണ്, അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന തിരക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയിട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് എടുത്തതാണ്. ഇതിൽ 5 പണിക്കാരുണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടാക്കാനാണ് 5 പണിക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും മുകളിലേക്ക് തന്നെ പോയി എല്ലാവരും. ഇവിടെ നിന്നാണ് ഇങ്ങനെ കായലിലേക്ക് നോക്കിയിരിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കുറേ വർത്താനമൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. എന്നൊന്നും കാണുന്നവരല്ലല്ലോ, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലല്ലേ എല്ലാവരും ഇങ്ങനെ കൂടലുള്ളൂ. അപ്പം ഇങ്ങനെ പോയത് നല്ലൊരു അനുഭവമാണ്. ഇവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇങ്ങനെ പോയിട്ട്. കുട്ടികളൊക്കെ അവിടെ നിന്ന് പാട്ടും ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷെ അവിടെ നല്ല വെയിലാണ്. കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവിടെ വെച്ചിട്ട് കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടുന്നതൊക്കെ. ഇങ്ങനെ വിശാലമായിട്ട് കായൽ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇവിടെ ഒരു പ്രൈവറ്റ് റിസോർട്ടാണ് തോന്നുന്നുണ്ട്. കായലിൽ സൈഡിലായിട്ട് നല്ല അടിപൊളി റിസോർട്ടുകളുണ്ട്. ഇങ്ങനെ കായലിലൂടെ ഒരു ദിവസം മൊത്തം പോകുക എന്നുള്ള നല്ലൊരു അനുഭവമാണ്. ഇതിൽ കുറേ സ്ഥലത്ത് കൂടെ പോയിട്ടുണ്ട്, ഉള്ളിലുള്ള ഏരിയകളിലൊക്കെ. ശരിക്കും പേരുകളൊന്നും എനിക്കറിയില്ല.
അപ്പൊക്കെ പറഞ്ഞു തന്നു, പിന്നെ അതൊക്കെ മറന്നതാണ്. അവരിങ്ങനെ പറയണൊക്കെ ഉണ്ട് ഇന്ന സ്ഥലമാണെന്നൊക്കെ. കായലിൻ്റെ ആ ഭാഗം നിറയെ നെല്ലാണ്, രണ്ട് സൈഡിലും നെല്ലും പാടവുമാണ്, നടുവിലൂടെ കായലും. നല്ലൊരു ഭംഗിയാണത് കാണാൻ. കുറേ ഇതുപോലത്തെ ഹൗസ് ബോട്ടുകൾ അവിടെയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. കണ്ടോ എത്ര നെല്ലാന്നറിയോ വിളഞ്ഞ് നിൽക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡിലൂടെ ഒക്കെ കുറേ സ്ഥലത്ത് ചെറിയ ചെറിയ വീടുകളുമുണ്ട്. ഇത് പായലെല്ലാം ഒരു ഭാഗത്ത് അടിഞ്ഞു കൂടിയതാണ് തോന്നുന്നുണ്ട്. കായലിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ അതിൽ കുറേ കൊക്ക്, പ്രാവ് അങ്ങനത്തെ പക്ഷികളൊക്കെ ഉണ്ട്. ഇതൊരു ലൈനുമ്പോൾ നിറയെ പ്രാവുകൾ ഇരിക്കുന്നതാണ്. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു ഉച്ച ആയിട്ടുണ്ട്, 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഭക്ഷണമൊക്കെ ഇങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുവന്നതാണ്. സാദാ ചോറും അച്ചാറ്, 2 തരം തോരൻ, പപ്പടം, അതുപോലെ ഒരു സാലഡ്, ചിക്കൻ കറി, സാമ്പാർ, മോരുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. കരിമീനാന്ന് പറഞ്ഞത് കേട്ടോ. കാണാൻ നല്ല ഭംഗി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ പിന്നെ അവർ കൊണ്ടുവന്ന് നമ്മൾ തന്നെ വിളമ്പി എടുക്കുകയാണ്. പാത്രമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും അങ്ങനെ കുറച്ച് സമയം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതവിടെ ഒരു പള്ളിയൊക്കെ കണ്ടു. ആ പള്ളി നമ്മുടെ സൗണ്ട് തോമയിലുണ്ടായിരുന്ന ആ പള്ളിയാണെന്ന് ദിലീപ് പാടണ അതാണെന്നൊക്കെ പറഞ്ഞു. ശരിയാണെന്നൊന്നും അറിയില്ല. അവിടെ നിന്ന് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോകുക തന്നെയാണ്. അങ്ങനെ ഏറ്റവും നല്ല ഭംഗി കൊടുക്കുന്നത് ഈ 2 സൈഡിലും ഈ പാടം, അതിലിങ്ങനെ നല്ലൊരു പച്ചപ്പല്ലേ നെല്ല് വിളഞ്ഞ് നിൽക്കുന്നത് കാണാൻ. ഇത് ചെറിയൊരു വെള്ളം, അവർ സ്വന്തം വെള്ളവും അങ്ങനെ പോവുകയാണ്. പക്ഷെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ അങ്ങനെ തുഴഞ്ഞു പോകണതല്ല, എല്ലാം മോട്ടറിന് പോകണതാ തോന്നുന്നുണ്ട് അധികവും. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് 4:30 ആകുമ്പോഴാണ് നമ്മളെ കൊണ്ടുവന്ന് കയറിയ സ്ഥലത്ത് തന്നെ അവർ തിരിച്ചിറക്കിയത്. ഇതാണത്, ആ വള്ളംകളി നടക്കുന്ന ആ സ്ഥലം, അതിൻ്റെ സ്റ്റേജൊക്കെയാണ്, ഗാലറി അതൊക്കെയാണ് ഇതിൽ. അത് ജവഹർലാൽ നെഹ്റുവിനെ കേരളം സന്ദർശിച്ചപ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ വള്ളംകളി ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലൊരു ചുണ്ടത്തേക്ക് ജവഹർലാൽ നെഹ്റു ഓടി കയറിയെന്നും അത് തുഴഞ്ഞ് ഫസ്റ്റ് എത്തിയെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഞാനിപ്പോൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് നടുഭാഗം ചുണ്ടെന്ന് പറഞ്ഞ ഒരു വെള്ളമായിരുന്നു അന്ന് ഫസ്റ്റ് വാങ്ങിയത്. അതിപ്പോഴും ഉണ്ട്. അതവിടെ നെടുമുടിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയെന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ ബീച്ചിലൊന്ന് പോയി. അവിടെ കുറച്ച് നേരം നിന്നിട്ട് അവിടെ ഭയങ്കര വേലിയേറ്റാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എല്ലാവരും ഓടിച്ച് വിടുന്നുണ്ട്. കുറേ കുട്ടികളുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് പെട്ടെന്ന് പോകുന്നതാണ്. പിന്നെ നല്ല വെയിലുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുന്ന് ലുലു മാൾ കാണാമെന്നും പറഞ്ഞു കുട്ടികളൊക്കെ. അപ്പോൾ അങ്ങോട്ടാണ് പോയത്. പിന്നെ അവിടെ അതുപോലെ കുറച്ച് സമയമൊക്കെ നിന്ന് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ട് കുറച്ച് കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ളതൊക്കെ ഒന്ന് വാങ്ങിയതിന് ശേഷം വീണ്ടും തിരിച്ചു പോന്നു. അപ്പം മെട്രോയിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ലുലു മാളിൽ നിന്ന് തന്നെ അതിൻ്റെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അതിലൂടെ പോയിട്ട് അവിടുന്ന് മെട്രോയിൽ കയറാമെന്ന് വിചാരിച്ച്. ഈ കുട്ടികളെല്ലാം കൂടെ ഉണ്ടായിട്ട് കൈവിട്ട് പോവുകയാണ്, കാണാനില്ലാതാവുകയൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ കൂടുതൽ സമയം അവിടെ നിൽക്കാനുള്ളൊരിത് തോന്നിയില്ല. അതവിടെ ഒരു ഡൈനോസറായിരുന്നു. നമ്മൾ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കണം, വാലാട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ മെട്രോ കയറാൻ വേണ്ടിയിട്ട് ആ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അതിൻ്റെ താഴെയാണ് ആ കാണുന്നത്. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടുന്ന് നമ്മൾ ആലുവയ്ക്കാണ്
ട്രെയിൻ കയറിയത്. പിന്നെ നമ്മുടെ ബസ് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ കയറി പോവുകയാണ്. ഇത് കണ്ടേക്കിന് കുട്ടികൾക്കെല്ലാം കൂടെ ഓടി കയറാറുണ്ട്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി നല്ല നിന്നതിന് ശേഷം കയറാമെന്ന് പറഞ്ഞ് പറയുകയാണ്. കുട്ടികൾ എല്ലാവരും കൂടെ അത് കണ്ടിട്ട് അങ്ങോട്ട് കയറുകയാണ്, ഓടി കയറിയിട്ടേ. ഇങ്ങനെയൊക്കെ ഒരു ടൂറ് പോകുക എന്നുള്ളത് നല്ലൊരു അനുഭവമാണ്. ഫാമിലി മൊത്തം, കുറച്ചും കൂടെ ആൾ ഇതിലുണ്ട്, അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആലുവ ഇറങ്ങിയിട്ട് അപ്പത്തിന് അവിടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ ഇതിൽ നിന്ന് പോകുന്ന തിരക്കാണത്. മെട്രോന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ബസ്സിക്ക് പോകാൻ വേണ്ടിയിട്ടും കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യണമല്ലോ. നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്തതിന് ശേഷമല്ലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും പോന്നു. രാവിലെ ഒരു 3 മണിയാകുമ്പോഴേക്കിനാണ് തിരിച്ചെത്തിയത്. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ബസ്സിലൊക്കെ ഉറങ്ങി. പക്ഷേ ബസ്സിൽ നിന്ന് ഉറങ്ങുമ്പോൾ അതൊന്നൊരു ക്ലിയർ ആവില്ലല്ലോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നിന്ന് കുട്ടികളൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. അവരൊക്കെ ഒരു ഫോട്ടോ ഓടിക്കുന്ന ആളുകളൊക്കെ ആയി നിന്നൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണ്. പിന്നെ അവിടെ നിന്നൊരു ഫാമിലി ഫോട്ടോ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.